നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ കടുത്തുരുത്തിയിലെ ബ്ലോക്ക് ജംഗ്ഷനിലാണ്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇപ്പോൾ ഇവിടെ ഒരു ബൈപ്പാസ് വന്നിരിക്കുകയാണ്. മോൻസ് ജോസഫ് MLA ആയിരുന്ന സമയത്താണ് ഇവിടെ ബൈപ്പാസിനായിട്ട് ഉള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കുന്നതും അദ്ദേഹം ഇപ്പോൾ മന്ത്രിയായി ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ബൈപ്പാസിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി ഇതിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരു സ്ഥലം കൂടിയായി ബ്ലോക്ക് ജംഗ്ഷൻ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ബ്ലോക്ക് ജംഗ്ഷനിൽ ഒരു പോലീസ് വാഹനം തന്നെയാണ് അപകടത്തിൽപ്പെട്ടത്. മറ്റൊരു ദിശയിൽ നിന്നും വന്ന വാഹനം പെട്ടെന്ന് വെട്ടിച്ചപ്പോൾ ആ വാഹനത്തിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി പോലീസ് വാഹനം ഒതുക്കിയതാണ് അപകടത്തിൽ കലാശിച്ചത്. ഇവിടെ കൃത്യമായ സൈൻ ബോർഡുകളുടെ അഭാവം പുതുതായി വരുന്ന യാത്രക്കാരെ അലട്ടുന്നുണ്ട് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ കാണാൻ സാധിക്കുന്നത്. അവിടെ അപകടങ്ങൾ ഇപ്പോൾ നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്ന് വന്നൊരു ഓട്ടോറിക്ഷ ഇവിടെ വന്ന് ആക്സിഡൻ്റായി. അതിനെല്ലാം അവിടെ നമുക്ക് എന്നാ പ്രശ്നം ചോദിച്ചാൽ സൈൻ ബോർഡ് സ്ഥാപിക്കണം. അത് തന്നെ അത് സ്പീഡ് ബമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്ത് അത് കറക്റ്റ് ആക്കണം. അല്ലാതെ നമ്മളിങ്ങനെ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അപകടം കൂടുകയല്ലാതെ കുറയത്തില്ല. വന്നുകൊണ്ടിരിക്കുക അപകടങ്ങൾ. നമ്മൾ നിന്നിട്ട് കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ സൈൻ ബോർഡ് ലൈറ്റോ സെറ്റപ്പുകളോ ഒന്നും ഇല്ല, അവിടെ ആയിട്ടില്ല. ആകും, ഉടനെ ആകും. എന്നാലും ഇപ്പോൾ അത് ഉണ്ടായിട്ട് തുറന്നു കൊടുത്താൽ മതി എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു എനിക്ക്. എത്രയും പെട്ടെന്ന് സൈൻ ബോർഡ് സ്ഥാപിക്കണം. അത് അവർ നമ്മളോട് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ ഓട്ടം പോയിട്ട് വരുമ്പോഴേ അവർ വണ്ടി നിർത്തിയിട്ട് ചോദിക്കുന്നത് എങ്ങോട്ടാണ് പോകുന്നത്, ഈ വഴി എങ്ങോട്ടാണ്, ഇത് ടൗൺ ടച്ച് ചെയ്യാതെയാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് സ്ഥാപിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. സിഗ്നൽ ലൈറ്റിൻ്റെയും ദിശാ ബോർഡുകളുടെയും വ്യക്തമായ ഒരു അഭാവം ഈ ബ്ലോക്ക് ജംഗ്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പുതുതായി വരുന്ന അല്ലെങ്കിൽ ആദ്യമായി ഈ റൂട്ട് സഞ്ചരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇവിടെ വരുമ്പോൾ വലത്തോട്ട് തിരിയണമോ ഇടത്തോട്ട് തിരിയണമോ എന്നൊരു ആശയക്കുഴപ്പത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഈ ആശയക്കുഴപ്പം മാറണമെങ്കിൽ അധികാരികൾ തന്നെ വ്യക്തമായ ഇതിനൊരു തീരുമാനം കണ്ടെത്തണം. അവിടെ ഒരു സിഗ്നൽ ലൈറ്റ് വേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റേ വേറെ സാധനമുണ്ടല്ലോ, ഡിവൈഡർ ഉണ്ടായിരിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. അപകടങ്ങളൊക്കെ കുറയാൻ കാര്യങ്ങളൊക്കെ. പിന്നെ ഈ കഴിഞ്ഞ ദിവസമാണെങ്കിലും പോലീസ് വണ്ടി കണ്ട് അവിടെ ഒന്ന് കുറേയൊക്കെ ആക്സിഡൻ്റ് ഉണ്ടായി. ഇനിയും ഇതുപോലുള്ള അപകടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അധികൃതർ ഒന്ന് ശ്രദ്ധിക്കണം, അതിൻ്റെ നടപടി എടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ബൈപ്പാസ് വന്നത് തന്നെ നല്ലതാണ്. പക്ഷേ ഇത് റോഡ് ആണെങ്കിലും അത്യാവശ്യം പുരോഗമിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ ഇപ്പോൾ ഒരു ഫസ്റ്റ് ടൈം തന്നെ ആൾക്കാർക്കാണെങ്കിൽ എങ്ങനെ ഇത് ക്രോസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഏതൊക്കെ വണ്ടികൾ ഇതുവരെ പോകാൻ പറ്റും എന്നുള്ള ഒരു മുൻധാരണ ഉണ്ടാവില്ല. രണ്ടാമത് നിലവിൽ സിഗ്നൽ ഇപ്പോൾ പറഞ്ഞ സിഗ്നലിൻ്റെ ഒരു അഭാവം നമ്മളെ ശരിക്കും ബാധിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്നും 4 വശത്തു നിന്ന് വണ്ടികൾ വരുന്നതുകൊണ്ട് തന്നെ അപകട ചാൻസ് കൂടുതലാണ് നിലവിൽ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ക്രോസിംഗ് ആണെങ്കിൽ പോലും നാട്ടുകാർക്ക് ഇവിടെ ലൊക്കാലിറ്റിയിൽ ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു സീബ്ര ക്രോസ് ഉൾപ്പെടെ കാൽനടക്കാർക്കും ഒരു പരിഗണന കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും. നിലവിൽ ഈ ചെയ്തേക്കുന്നത് നല്ലതാണ്. ഇതിലും കൂടെ കുറച്ചും കൂടെ അപ്ഡേഷൻ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഒരു അപകടം കുറയ്ക്കുന്ന രീതിയിലും ട്രാഫിക് കുറയ്ക്കുന്ന രീതിയിലും നല്ലതായിരിക്കും. ദിനവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന കടുത്തുരുത്തി ബൈപ്പാസിൻ്റെ കോട്ടയത്ത് നിന്ന് വരുന്ന ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ സൈൻ ബോർഡുകളുടെ അഭാവവും വഴി ലൈറ്റുകളുടെ അഭാവവും മൂലം നിരവധി വാഹനങ്ങൾ അപകടത്തിലാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ നിരവധി അപകടങ്ങൾ ഈ നമ്മുടെ കൺമുൻപിൽ തന്നെ കാണാൻ സാധിക്കും. അതിന് വഴിവരുത്താതിരിക്കാനാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്.